ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചതിന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 1 കോടി രൂപ ചിലവഴിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വിനയൻ ചൂണ്ടിക്കാട്ടി. കമ്മിറ്റി റിപ്പോർട്ട് നൽകിയ കാലം മുതൽ തന്നെ പോലുള്ള ആളുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കമ്മിറ്റിക്ക് മുന്നിൽ താൻ 3 തവണ മൊഴി നൽകിയതാണ്. ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കാൻ റിപ്പോർട്ടുണ്ടാക്കിയ പോലെയായിരുന്നു സർക്കാർ നിലപാട്. സാംസ്കാരിക വകുപ്പിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് നേരത്തെ പുറത്തുവിടണമായിരുന്നു. കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കാൻ ചലച്ചിത്ര അക്കാദമിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. അക്കാദമി നിഷ്പക്ഷമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ ദിവ്യന്മാരോ ആൾദൈവങ്ങളോ ഇല്ല, വോട്ട് ബാങ്കും ഇല്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത്? കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസത്ത പോലും പുറത്തുവിടാത്തത് ദുരൂഹമാണെന്നും സർക്കാർ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നതായും വിനയൻ ആരോപിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ റഹീമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് മറ്റൊന്നും മറച്ചുവെക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി.